ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ പേളിമാണി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാം, 2 മുട്ട, പാൽ ഇത്രയും വേണ്ട. ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞിന് ഞാൻ 1 ഗ്ലാസ് പാൽ ചായ ഇടുമ്പം കാച്ചി മാറ്റി വെക്കും. അതിൽ 1 ഗ്ലാസ് പാലെടുത്തതാണ് അവന് കൊടുത്തതിൻ്റെ ബാലൻസ് ഒന്നും അല്ല കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, സവാള ഇത്രയും കട്ട് ചെയ്തതും, ആവശ്യത്തിന് വെളിച്ചെണ്ണയും, പിന്നെ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാനൊരു ശകലം ബട്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എടുക്കുന്നുണ്ട് ഒരു തുള്ളി ബട്ടർ. അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്, നമുക്ക് ഓയിലൊഴിച്ച്, ഇച്ചിരി ഉള്ളു കേട്ടോ ഓയിലൊഴിച്ച് നമുക്കിതൊന്ന് വഴറ്റണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓയിലൊഴിച്ച് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ഈ മല്ലിയിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയും ചില്ലി ഫ്ലേക്സും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള സംഭവം വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമുക്കൊന്ന് വഴറ്റണം, വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് വഴറ്റാം. ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പാനിൽ തന്നെ ഇട്ടാൽ, നമുക്ക് വേറെ തവ വേണമെങ്കിൽ തവ എടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് തന്നെ എടുക്കുന്നേ ഉള്ളൂ. അപ്പം ചെറുതായിട്ട് അരിയണം. അപ്പോൾ എനിക്ക് വലിയ പീസൊക്കെ വന്നു, ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാനതങ്ങ് മാറ്റുവാണേ. നിങ്ങളോർക്കൊരു വൃത്തികെട്ട രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ രാവിലെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ കട്ടിംഗ് ബോർഡേ വെച്ചിട്ടും പറ്റുന്നില്ല, ഒരു തരത്തിലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്ന രീതിയിലാണ് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതവിടെ കിടന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്നറിയാം, പാലിനകത്ത് മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അരിഞ്ഞപ്പോൾ 2 സവാളയുള്ളി വന്നത് ഞാൻ ഇങ്ങോട്ട് അങ്ങ് തട്ടി, എനിക്ക് കടിക്കുന്ന ഇഷ്ടം സവാളയുള്ളി, അതുകൊണ്ടപ്പം ഒരു അളവനുസരിച്ചിട്ട് നമുക്ക് ശകലം മതി കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പാല് ചേർത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഒരു കൈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഉപ്പിടാൻ പറ്റില്ല, അപ്പം ഞാൻ ഉപ്പിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഒക്കുന്ന രീതിയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം ഇച്ചിരി കൂടെ മിക്സ് ആവണം. അപ്പോൾ ആവശ്യത്തിന് പാല് വേണ്ട അത്രയും നമുക്ക് ഒഴിച്ച് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പാൽ ഒഴിച്ച് കൊടുക്കും. എന്നും പറഞ്ഞ് മുട്ടയുടെ ഇരട്ടി ഒന്നും ഒഴിച്ച് കൊടുക്കല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഈ മസാലയ്ക്കകത്തോട്ട് ഇടണം. അതിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല. ശകലം പച്ചക്കാണ് ഇതിലും ആഡ് ചെയ്തായിരുന്നു നമ്മൾ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇത് വഴണ്ടി. എൻ്റെ ഈ മല്ലിയിലയും ചില്ലി ഫ്ലേക്സും മാത്രമേ ഉള്ളൂ, ഇല്ലാത്തത്. അപ്പം ഉള്ളത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഏത് ടേസ്റ്റ് ആയിരിക്കും വന്ന്. നല്ലോണം ഒന്ന് വഴന്നിട്ട് എല്ലാം നല്ല കുനുകുനുകുനാന്നറിയാതെ സൂപ്പറായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ചപ്പാടെ നല്ല സൈസ് ചെയ്യാത്തതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനി നമുക്ക് മിക്സ് കഴിഞ്ഞിട്ട് പാലൊഴിക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരുവത്തിലാണ് കിട്ടുന്നത്. ഞാൻ എടുത്തേക്കുന്ന താറാവിൻ്റെ മുട്ടയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മിക്സ് ആവാനൊരു താമസം. നമ്മൾ കോഴിമുട്ട ഇതെടുക്കുന്നെങ്കിൽ നൈസായിട്ട് പെട്ടെന്ന് നമുക്ക് ഇതാക്കിയെടുക്കാൻ പറ്റും. കോഴിമുട്ടയെ അപേക്ഷിച്ച് താറാമുട്ടയ്ക്ക് ഒരു തിക്നെസ് കൂടുതലാണല്ലോ ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇത്രയും മടിയെ മതി. അപ്പം നമുക്ക് പാലിതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിച്ച് കൊടുക്കുക. മിക്സ് ചെയ്തൊന്നും ഒഴിക്കണ്ട, എല്ലാവരും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടച്ച് വയ്ക്കണം.
അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കണം. അപ്പോൾ ഇത് ഞാൻ അടയ്ക്കാൻ പറ്റിയ പാത്രം എടുക്കട്ടെ. ഞാനൊരു നമ്മുടെ ഗ്ലാസിൻ്റെ ഇത് വെച്ചിട്ട് അങ്ങ് അടച്ചു കേട്ടോ. ഇതിന് പറ്റിയത് തപ്പി എടുത്ത് വരുമ്പോഴത്തേക്കും ഇത് ചീത്തയായി. അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരത്തേക്ക് ഇടാം. അപ്പോഴത്തേനും ഇത് സെറ്റായിട്ട് വരും. അപ്പം നമുക്ക് കാണുകയും ചെയ്യാമല്ലോ ഇതിൻ്റെ അകത്തൂടെ ഏത് പരുവത്തിലാകുന്നുള്ളത്. നല്ല കളറില്ലേ, നല്ല രസമുണ്ട്. എൻ്റെ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു, തീർന്നു പോയി. അതുകൊണ്ട് എനിക്കൊരു വിഷമം. നമുക്ക് നോക്കാം ഇതേത് രീതിയിലാക്കുമെന്ന്. ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് നമ്മുടെ കൊച്ചടുക്കളെ നമ്മൾ തന്നെ ട്രൈ ചെയ്തതാണേ. നിങ്ങൾക്ക് ഇതൊന്നും തോന്നുന്നുണ്ട്, ഇതൊന്ന് അത് അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ഓംലെറ്റ് പേളിമാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഓംലെറ്റ് റെഡി ആയി ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാതെ. ക്ഷമിക്കണം ഗൈസ്, എനിക്ക് സെൽഫി സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടുള്ള പരിപാടിയൊക്കെയാണ്. ഒരു കയ്യിലുള്ള പാചകവും ഒരു കയ്യിലുള്ള വീഡിയോ പിടുത്തമൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഞാനിത് മാറ്റട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. എടുത്തപ്പോൾ ശക്കല ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഞാൻ ബട്ടർ ചേർത്തിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ പരന്ന പാനിൽ വെക്കാതെ ഇച്ചിരി കുഴിയുള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബണ്ണ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പാല് നല്ലോണം ഇച്ചിരി കൂടി മിക്സ് ചെയ്യണമായിരുന്നേ, കണ്ടോ? അതുകൊണ്ടാണ് പാലും മുട്ടയും കൂടെ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. വിസ്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇട്ട് ബീറ്റ് ചെയ്താൽ ഏറ്റവും നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചട്ടുകം വെച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, ഒന്നും പറയാനില്ല. ഓംലെറ്റിൻ്റെ ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റ് ആട്ടോ. എന്ത് ടേസ്റ്റാണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ സംഭവം വേറെ ലെവലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഒരു എന്താണ്, ഇച്ചിരി ഹൈ ലെവൽ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരു മാഗിയുടെ ടേസ്റ്റോ, പക്ഷെ പ്രത്യേകിച്ച് മസാലയും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ആ മാഗിയുടെയോ നമ്മുടെ ബിരിയാണിയുടെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് എന്തുവാന്ന് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല കേട്ടോ. എന്താണേലും സൂപ്പറാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.